കുറേ നാളുകൾക്ക് ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വീടിൻ്റെ സ്വന്തം പറമ്പിൽ ഇറങ്ങുന്നത്. കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്താണെന്ന് തോന്നി ഞാൻ ലാസ്റ്റായിട്ട് ഇറങ്ങിയത് ഇല വെട്ടാൻ വേണ്ടി. ഒരു ഇടുക്കിക്കാരനായിട്ട് പറമ്പിൽ ഇറങ്ങാതിരിക്കുന്നത് വളരെ അപമാനകരമാണ്. എന്തായാലും എൻ്റെ വീടിൻ്റെ അതിർത്തിയുടെ താഴ്വശം മൊത്തം കത്തി നശിച്ച രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഈ ഒരു സ്ഥലം മൊത്തം തെരുവ മേടാണ്. അതുകൊണ്ട് തന്നെ ഉണങ്ങി കഴിഞ്ഞ ശേഷം പെട്ടെന്ന് കത്തിപ്പോകുന്നത് സ്വാഭാവികമാണ്. ഒന്നെങ്കിൽ ആരെങ്കിലും കത്തിച്ചു വിടും, അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടുതീ ഒന്ന് കത്തി കരിഞ്ഞു പോകാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ഇപ്പം 2 ദിവസം മുമ്പ് ഒരു കാട്ടുതീയാണോ ആരെങ്കിലും ഇട്ടതാണോ മൊത്തം കത്തി നശിച്ചു പോയിട്ടുണ്ട്. ബട്ട് അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കത്തി നശിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കാണാനുള്ളൊരു ബ്യൂട്ടി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പോതത്തെരുവയായത് കൊണ്ട് ചെറിയൊരു തീ പിടിച്ചാൽ തന്നെ മൊത്തം കത്തി തീരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ഏരിയ കിടക്കുന്നത്. ഈ ഒരു മരം കണ്ടോ? ഇത് ഏത് ടൈപ്പ് മരമാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ചെറുപ്പത്തിൽ ഞാൻ കണ്ട ആ ഒരു ഹൈറ്റ് തന്നെയാണ് ഈ മരത്തിന് ഇപ്പോഴും ഉള്ളൂ. വലിയ ഹൈറ്റ് ഒന്നും വന്നിട്ടില്ല. എൻ്റെ ഒരു നൊസ്റ്റാൾജിക്കൽ മരമാണിത്. എൻ്റെ മാത്രമല്ല, എൻ്റെ അനിയൻ്റെയും ഒരു നൊസ്റ്റാൾജിക്കൽ. കാരണം ചെറുപ്പത്തിൽ നമ്മൾ പലതരം കളികൾ കളിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരുന്ന ഒരു മരമാണ് ഇത്. ഞങ്ങൾ ഈ ചെറുപ്പത്തിൽ ഈ ഹെലികോപ്റ്ററൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കും. അതായത് ഇമാജിനേഷനായിട്ട് ഹെലികോപ്റ്റർ ഓടിച്ചുകൊണ്ടിരിക്കും. അത് ഓടിച്ചുകൊണ്ടിരുന്ന ആ ഈ ഒരു ഹെലികോപ്റ്ററായിരുന്നു ഞങ്ങളുടെ ഈ ഒരു മരം. ഇതിൻ്റെ ഓരോ ശിഖരങ്ങൾ അതിൻ്റെ ഹാൻഡിലായിട്ടും മുകളിലത്തെ ഓരോ കമ്പുകൾ അതിൻ്റെ കാറ്റാടിയായിട്ടും അതിൻ്റെ വിങ്സ്, പറക്കുന്ന വിങ്സായിട്ടും ഇമാജിൻ ചെയ്തിട്ടാണ് ഞങ്ങളിത് ഓടിച്ചുകൊണ്ടിരുന്നത്.